ലഡാക്ക് ട്രിപ്പ് എല്ലാവരെയും പോലെ ഞങ്ങൾക്കും അതൊരു ഡ്രീം റൈഡ് തന്നെയായിരുന്നു. മാസങ്ങളെടുത്തുള്ള പ്ലാനിങ്, പേപ്പർ എടുക്കുന്നു, സ്കെച്ച് വരയ്ക്കുന്നു, മാപ്പ് വരയ്ക്കുന്നു, കോളം വരയ്ക്കുന്നു, ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം, ഇന്ന സമയത്ത് ഇവിടെ എത്തണം, എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് ആരംഭിച്ചു. എന്നിട്ട് എന്തായി? ഫസ്റ്റ് ഡേ തന്നെ പ്ലാൻ തെറ്റി. ലാസ്റ്റ് പ്ലാന് പ്രകാരം ട്രിപ്പ് പോകാന്നുള്ളത് മാറ്റി ട്രിപ്പിനനുസരിച്ച് പ്ലാൻ ആക്കാന്നുള്ള ലെവലിലായി. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തി. എന്തായാലും ഞങ്ങളുടെ റൈഡ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കുംലിംഗല കയറി, എല്ലാം കയറി, ഞങ്ങൾ സന്തുഷ്ടരാണ്. ലാസ്റ്റ് ഞങ്ങൾ മികില കയറി, വണ്ടി ഫെയിലായി. നമ്മുടെ കോ റൈഡേഴ്സ് മടങ്ങുകയാണ്. അവർക്കെല്ലാം ഈ റൈഡിൽ കിട്ടിയ എക്സ്പീരിയൻസിനെ പറ്റി നമുക്കൊന്ന് ചോദിച്ചറിയാം. മറക്കണ്ട, നമ്മൾ സോളോ ആണിപ്പോ. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ ലേയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോ റൈഡേഴ്സിൻ്റെ വണ്ടിയെല്ലാം ഇന്നലെ തന്നെ റാപ്പ് ചെയ്തു. ഇന്ന് അവർ ഫ്ലൈറ്റ് ത്രൂ നാട്ടിലേക്ക് പോവും. സോ നമുക്ക് അവരുടെ ഒരു അനുഭവം, എൻ്റെ അനുഭവം എല്ലാം കൂടെ ഒന്ന് കേൾക്കാം. ഇതാ നമ്മുടെ പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രാഹുൽ, നമ്മുടെ സഞ്ജയ്, എണീ ഹൂബിക്ക് നാണമാണെന്ന് തോന്നുന്നു. ഹൂബി മുഖം കാണിക്കണ. നമ്മുടെ ഹൂബി, ദിസ് ഇസ് വൺ ആൻഡ് ഓൺലി ചോട്ടു ഭായ് ഇർഫാൻ. എടാ ഞങ്ങള് ഇന്നലെ മികില കയറി, ഇന്നലെ അല്ല മിലിഞ്ഞാന്ന് മികില കയറിയിട്ട് നമ്മുടെ 3 പേരുടെ വണ്ടി ഫെയിലായി. ഫെയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ് അല്ലേ, 3 പേരിൻ്റെ ഒരേപോലെ ക്ലച്ച് പ്ലേറ്റ് പൊട്ടി. നമ്മുടെ ഇർഫാൻ്റെ വണ്ടിക്ക് ഏകദേശം ഒരു 12,000 രൂപയായി ഇല്ലടാ. ഏകദേശം ഒരു 12,000 രൂപയായി. രാഹുലിൻ്റെയും ക്ലച്ച് പ്ലേറ്റ് പൊട്ടി, ഹൂബിൻ്റെയും ക്ലച്ച് പ്ലേറ്റ് പൊട്ടി. എന്തോ ഭാഗ്യം ഞങ്ങളുടെ 2 പേരുടെയും വണ്ടി ഫെയിലായില്ല അല്ലേ. അതെ, ടേമുണ്ടല്ലോ, കുറ്റം പറയല്ലേ. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് കിങ് എക്സ്പൾസ് അല്ലേ, എക്സ്പൾസ് കൊണ്ട് പോയ രാഹുലിന്റെ അനുഭവം എങ്ങനെയാണെന്ന് ചോദിക്കാം. പറ രാഹുലേ, എക്സ്പൾസ് എങ്ങനെ ഉണ്ടായിരുന്നു ലഡാക്ക് കയറുമ്പോ? എക്സ്പൾസ് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പിന്നെന്താ പറ്റി? എല്ലാ വെച്ചും കുഴപ്പമാണ്. തെറ്റ് പറ്റി എന്താ വെച്ചാൽ എന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് മാറ്റാൻ പറഞ്ഞു. അതിൽ കിട്ടിയ എത്ര കിലോമീറ്റർ ഓടി? 26,000 കിലോമീറ്റർ മാറ്റാണ്ട്. എത്ര? നമുക്കൊരു 18 അല്ലേ, 18 വരെ ഓടും അല്ലേ? 20 വരെ ഓടാൻ പറ്റുള്ളൂ. കുംലിംഗില കയറി, അത് വെച്ച് കയറിയില്ലേ? അല്ല, ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇതുവരെ വന്ന എക്സ്പീരിയൻസ് പറ. എക്സ്പൾസും കൊണ്ട് ലോങ് ടൂർ അല്ലേ, അപ്പൊ ലോങ് ടൂറിന് എക്സ്പൾസ് പറ്റുമോ? എനിക്ക് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പൾസിന്റെ റിവ്യൂ പറയാൻ പറ്റുമോ? ലോങ് ടൂറിങ്ങിന് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കംഫർട്ട് കുഴപ്പമില്ല, നല്ല സീറ്റ് ഒക്കെ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് നല്ലതാണ്. അല്ലാത്ത സമയത്ത് ഷോക്കാണ്. പക്ഷെ ലോങ് ടൂർ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതായത് ആവറേജ് അഡ്ജസ്റ്റബിൾ, അഡ്വഞ്ചർ അടിക്കാൻ ഓക്കെയാണ്. അതായത് ഓഫ് റോഡ് വലിഞ്ഞു കയറാൻ ഓക്കെയാണ്. അല്ല, അതിപ്പോ ഞങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് കയറി പോണത് നീയാണല്ലോ. വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ഇത് മാത്രം ഇതുപോലത്തെ ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ച്, ആക്സിലേറ്റർ കാര്യങ്ങൾ അല്ലേ. മൈലേജ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? മൈലേജ് 35 to 40. നിനക്കിപ്പോ ഇവിടുന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നാട്ടിൽ വരെ വന്നതിന് ഇപ്പൊ ആവറേജ് മൈലേജ് എത്ര കിട്ടി ടോട്ടല് ഓൾ അറൗണ്ട്? ഈ മൗണ്ടൻസ് കയറിയതിലും ഹൈവേസിലും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ആവറേജ് പറ. 37 കിട്ടി. 37 കിട്ടി. ദാറ്റ്സ് ഹ്യൂജ്. അപ്പോൾ എക്സ്പൾസ് എടുക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊരു ഉപകാരമായിരുന്നു വിചാരിക്കുന്നു. പക്ഷേ ക്ലച്ച് പ്ലേറ്റ് കേട്ടോ, അതാണ് നമ്മൾ ഓഫ് റോഡ് കയറുന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് മാറ്റിയില്ലെങ്കിൽ ഇതെങ്ങനെ ഇരിക്കും? ഇവിടെ ഇരിക്കും. ഇന്നിപ്പോൾ ഒരു യാത്രയാണ്. അടുത്ത നമ്മുടെ സഞ്ജയ് കുട്ടനാണ്. സഞ്ജയ് കുട്ടൻ ഡൊമിനോർ 250 ആണ് ഉപയോഗിക്കുന്നത്. സഞ്ജയ് പറ, അപ്പോൾ വണ്ടീൻ്റെ കംഫർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഹൈവേസ് കംഫർട്ട് ഈസി. ഓക്കെ, 250 ആണ്. അതിനകത്ത് 400 പോലെ വരില്ല, എന്നാലും ഓടിക്കാൻ കംഫർട്ടാണ്, ഇരിക്കാനും കംഫർട്ടാണ്. ലോങ് ഡ്രൈവിന് അടിപൊളിയാണ്. ഓക്കെ, അപ്പോ ഇനി പിന്നെ നമ്മള് ഓക്കെ ഹൈവേസ് ഓക്കെ. ഇനി മൗണ്ടനിൽ കയറിയില്ലേ? ലഡാക്ക് കയറിയപ്പോ അതെ നമ്മള് കുറച്ച് പുഷ് ചെയ്യേണ്ടി വന്നു അല്ലേ? നമുക്ക് ഇനിഷ്യല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ല. ഇനിഷ്യൽ ടോർക്ക് കുറവാണ് അല്ലേ? നമുക്കൊക്കെ മീഡിയം RPM ആണ് കൂടുതൽ.
കയറാനൊരു കേറും, പക്ഷെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം അല്ലേ? നമ്മൾ കുറച്ച് ടയർഡ് ആവുന്നുണ്ട്. ഓക്കെ, ആവറേജ് മൈലേജ് എത്ര കിട്ടി? മൈലേജ് എനിക്ക് 35 കിട്ടി ടോട്ടലി. 35. ഓക്കെ, വണ്ടി ഇപ്പോൾ അതും കേടായിട്ടില്ലല്ലോ, എന്നാലും എന്തെങ്കിലും പാർട്സ് പവർ ലോസ് വരുന്നുണ്ട് അല്ലേ? അതെന്തിന്റെയാണോ അറിയില്ല കറക്റ്റ് ആയിട്ട്. പവർ ലോസ് ഉണ്ട്. ഇനിയിപ്പോ പാർട്സ് ഏതെങ്കിലും മാറ്റേണ്ടി വരുമോ? പാർട്സ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ പോയിട്ട് ഒരു ക്ലീൻ ചെക്കപ്പ് ഇല്ലേ? നീ വരുമ്പോ സർവീസ് ചെയ്തിട്ടില്ലേ വന്നത്? എല്ലാം കഴിഞ്ഞിട്ടാണ്. എത്ര കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാ വന്നത്? അതുകൊണ്ട് രക്ഷപ്പെട്ടൂല്ലേ? അന്ന് എത്ര രൂപയായി സർവീസ് കോസ്റ്റ്? അന്ന് ക്ലച്ച് അസംബ്ലി മാത്രം മാറാനായിട്ട് 5,600. പിന്നെ കേബിൾസ് എല്ലാം മാറി, ആക്സിലേറ്റർ, ക്ലച്ച് കേബിൾ, അങ്ങനെ എല്ലാം, എയർ ഫിൽറ്റർ, നോർമൽ ആയിട്ടുള്ള എല്ലാം മാറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും അഡീഷണൽ ആക്സസറീസ് കയറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല, ഓൾറെഡി എല്ലാം ഉള്ളതാ. എല്ലാം ഉള്ളതല്ലേ? നിനക്ക് ഉപകാരമായിട്ട് തോന്നിയത് എന്താണ്? രാവിലെ 1 മിനിറ്റ്. ഉപകാരമായിട്ട് തോന്നിയത് സ്ക്രാച്ച് കാർഡാണ്. ക്രാഷ് കാർഡ് വണ്ടി ഒരു പ്രാവശ്യം വീണൂല്ലേ? 2 പ്രാവശ്യം. ഇവന്റെ വണ്ടിയാണ് വീണത്. 2 പ്രാവശ്യം വീണിട്ടും ഒന്നും പറ്റിയിട്ടില്ല. ക്രാഷ് കാർഡ് ഏതിന്റെയാണ്? മോട്ടോർ ടോക്കിന്റെ അല്ലേ? അടിപൊളി സാധനം. ഓക്കെ, രാഹുൽ നിന്റെ വണ്ടിയിൽ വരുമ്പോ സർവീസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? എക്സ്പൾസിൽ സർവീസ് ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഓയിൽ ചേഞ്ച് മാത്രമേ ഞാൻ ചെയ്യുന്നു. അറൗണ്ട് എത്ര കോസ്റ്റ് ആയി? ഒരു 2000 സംതിങ്. അത്ര തന്നെ ആയിട്ടുള്ളൂ. എക്സ്ട്രാ ആക്സസറീസ് എന്തൊക്കെ കേട്ടിട്ടുണ്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം? വരാൻ വേണ്ടി എന്നാലും പറഞ്ഞു. ക്രാഷ് കാർഡും കാരിയർ, അതുപോലെ തന്നെ ചെറിയിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഏറ്റവും ഉപകാരമായിട്ട് ഫീൽ ചെയ്ത ഉപകാരമായിട്ടുള്ളത് നിങ്ങളെ എന്റെ വണ്ടി എന്നല്ല, ആരുടെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കാർഡ് ചൂസ് ചെയ്യാം. അതുള്ളത് കൊണ്ടാണ് രാഹുലിന്റെ വണ്ടി ഒരു 5 പ്രാവശ്യമെങ്കിലും വീണിട്ടുണ്ട് അല്ലേ? 6 തവണ വീണൂല്ലേ? ഓക്കെ, പക്ഷെ ഇതുവരെയായിട്ട് വണ്ടിന്റെ ടാങ്കിനോ കാര്യത്തിനോ ഒന്നും പറ്റിയിട്ടില്ല. ബാക്കി സൈഡിലെ മിറേഴ്സിന് പിന്നെ നമ്മുടെ ലിവർ ഗാർഡ്, ലിവർ പ്രൊട്ടക്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് മാത്രം ചെറിയ സ്ക്രാച്ചസ് വന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരുടെ വണ്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും, എവിടെ ഇപ്പോൾ റോഡായിക്കോട്ടെ അഡ്വഞ്ചർ ആയിക്കോട്ടെ, ക്രാഷ് കാർഡ് കാര്യങ്ങൾ നല്ല സാധനങ്ങൾ വരിക. ശരി, കൊണ്ടുവന്നതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ സാധനം എന്തായിരുന്നു? യോഗ മാറ്റ്. അതെ, അതൊരു ആവശ്യമില്ലാത്ത സാധനമായി. അല്ല, അത് ആക്ച്വലി അതിന്റെ ഉപകാരം എന്താ? എന്ത് പറഞ്ഞിട്ടാ വാങ്ങിയത്? സംഭവം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റെസ്റ്റ് എടുക്കുന്ന മുഴുവൻ റൂമിലായി പോയെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥകളും വിചാരിക്കുന്ന പോലെയല്ല. നമ്മള് വിചാരിക്കും ഓടി ഇവിടെ എത്തും, ഇത്ര വട്ടത്തൊക്കെ എത്തുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതേപോലെ ഒന്നും എത്തിപ്പെടുന്നില്ല. ആക്സറീസില് ബെറ്റർ. വേണ്ടായിരുന്നു തോന്നി എന്തെങ്കിലും ഉണ്ടോ? ആക്സറീസിൽ വേണ്ടായിരുന്നു തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? സഞ്ജയ്ക്കോ ആക്സറീസിൽ എന്തെങ്കിലും വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത നമ്മുടെ ഹുഹൂപ്പിയാണ്. ഹുഹൂപ്പി അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് അഡ്വഞ്ചർ. പഴയ ഇമ്പൾസ് എടുത്തിട്ട് അത് UP പോയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ വാങ്ങി ട്രിപ്പിന് വേണ്ടി മാത്രം എടുത്തിട്ട് ഓടി വന്നാണ്. പക്ഷെ പണി കിട്ടി. അതെ, ഹുഹൂപ്പി ഇവിടെ ഉണ്ട്. ഇമ്പൾസ് ആണ് ഉപയോഗിക്കുന്നത്, പഴയത്. അതായത് എക്സ്പൾസിന്റെ മുന്നിറങ്ങിയ വേർഷൻ, പഴയ സാധനം. പാർട്സ് പോലും ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അവന്റെ ക്ലച്ച് പ്ലേറ്റ് എങ്ങനെ മാറ്റി കിട്ടി. ഹൂബി പറ, ഡൽഹിയിൽ നിന്നാണ് കേട്ടോ ഹൂബി നമ്മളിവിടെ ജോയിൻ ചെയ്തത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പറ, എങ്ങനെയുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് ഇതുവരെയുള്ള ട്രിപ്പ്? എത്ര മൈലേജ് വരുന്നുണ്ട്? 45 മൈലേജ് വരുന്നുണ്ട് മൗണ്ടൻ കേറിയിട്ടും. അതായത് ഡൽഹി ടു ഇപ്പൊ ടിൽ നൗ 40 to 45 കിട്ടുന്നുണ്ട്. ഓക്കെ, വണ്ടിന്റെ കംഫർട്ട് പറ. അതുകൊണ്ട് പിന്നെ നിന്നെ അത്ര ലോങ് അടിക്കാത്തതുകൊണ്ട് ലോങ്ങിന്റെ അറിയില്ല. ഫുള്ള് നമ്മൾ മൗണ്ടൻസ് ആയിരുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ മൗണ്ടൻ കയറുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഇനിഷ്യൽ ടോർക്ക് അല്ലെങ്കിൽ മീഡിയം ടോർക്ക് അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഞാൻ എന്റെ കാർബറേറ്റർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറുന്ന ടൈമിൽ ഭയങ്കര മിസ്സിംഗ് ഉണ്ടായിരുന്നു. റിട്ടേൺ പോയി. നമ്മൾ പ്രാവശ്യം തിരിച്ചു വന്നു അല്ലേ? പാങ്ങോങ്ങിന്റെ വഴി പോയിട്ട്. ഓക്കെ ഓക്കെ, തിരിച്ചു വന്നിട്ട് അതിൽ അവരെന്തോ ഒരു കമ്പി കഷ്ണം കയറ്റി അത് ശരിയാക്കി. പിന്നെ മിസ്സിംഗ് ഓക്കെ ആയി. പിന്നെ പൊമ്ലിംഗില് സുഖമായിട്ട് കയറി. മിങ്ങില് കയറിയപ്പോഴാണ് ഏറ്റവും മുകളിലേക്ക് ഷാഫ്റ്റും പോയി അല്ലേ? അത് രണ്ടും മാറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ഇത് ടിൽ നൗ നീ എത്ര സർവീസ് മറ്റേ മീൻസ് വണ്ടിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്? ഇപ്പൊ ടിൽ നൗ വണ്ടിന്റെ വില ഒഴികെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറീസ് കയറ്റിയിട്ടുണ്ടോ? എൽസീറ്റ് മാത്രമേ കയറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ കംഫർട്ടിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഡൽഹി പോയിട്ട് വണ്ടി സർവീസ് ചെയ്യണം അല്ലേ? ഒന്നുകൂടെ സർവീസ് ചെയ്ത് സെറ്റപ്പ് ആകണം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്, ഓക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആക്സസറീസ് എന്തെങ്കിലും നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള തോന്നിയ, വണ്ടിയിൽ വെച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടോ?
ഞാൻ യൂസ് ചെയ്ത ഒരു ട്രക്കിംഗ് ബാഗാണ്, അത് തന്നെ യൂസ് ചെയ്യുന്നത്. ആക്സറീസിൽ വേറെ ആക്സറീസ് എക്സ്ട്രാ ആക്സറീസ് വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി ഏതെങ്കിലും ആക്സറീസ് ഉണ്ടോ? മൊബൈൽ ഹോൾഡർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, ഓവറോൾ ഓക്കെ ആണ് അല്ലേ? പക്ഷെ ഫെയിൽ ആയതുകൊണ്ട് ഒരു സങ്കടം. അതെ, 3 പേർക്ക് അവർ ആകെ നെഗറ്റീവായി പോയി. അടുത്തത് നമ്മുടെ വൺ ആൻഡ് ഓൺലി ചോട്ടു ഇർഫാനാണ് കേട്ടോ. അവൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ വണ്ടി ഇരിക്കുന്നത്, ഇന്റർസെപ്റ്റർ 650. ചെക്കൻ എക്സോസിന് വേണ്ടി മാത്രം പൈസ ഇങ്ങനെ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. സോ ഇർഫാൻ പറ, എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇതുവരെയുള്ള വണ്ടി കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ കംഫർട്ട് പറ. വണ്ടിയുടെ കംഫർട്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി അവിടെ നിൽക്കുകയൊന്നും ഉണ്ടായില്ല. അത് വണ്ടി എടുത്ത പാടെ പിന്നെ ക്ലച്ച് പ്ലേറ്റ് മാറ്റിണ്ടായില്ല. അതായിരുന്നു ആകെ ഒരു പ്രശ്നം. എത്ര കിലോമീറ്റർ ഓടി വണ്ടി? 24,000 കിലോമീറ്റർ ഓടി. എടുത്തിട്ട് 1 വർഷം ആവണുള്ളൂ അല്ലേ? 24,000 കിലോമീറ്റർ ഓടി, ക്ലച്ച് പ്ലേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. 1 വർഷം 2 മാസം. ഓ, അത് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിന്ന് ലഡാക്ക് വരെയുള്ള ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? കുഴപ്പമൊന്നുമില്ല. ലോങ് ടൂറിങ്ങിനൊക്കെ ഓക്കെയാണ്. നിനക്ക് അൺകംഫർട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല? ഓക്കെ. ലഡാക്കിൽ മൗണ്ടൻസ് കയറുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓഫ് റോഡ് പോയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓഫ് റോഡ് അറിയാലോ, ഓഫ് റോഡ് വണ്ടിയല്ല, എന്നാലും പവറിന് പവറുണ്ട്. വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വണ്ടി നമ്മളെ കയ്യിലിരുന്ന സുഖമായിട്ട് കയറായിരുന്നു അല്ലേ? ഉംലിങ്ങിലൊക്കെ കയറിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫീല്? കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആക്സറീസ് എന്തൊക്കെ കയറ്റിയിട്ടുണ്ട് പറ. എക്സോസ്റ്റ് ഇതിന് വേണ്ടിട്ടല്ല, ടോട്ടലായിട്ട് വണ്ടിയിൽ വേറെ ആക്സറീസ് എന്തൊക്കെ ഉണ്ട്? എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്, പിന്നെ എക്സോസ്റ്റ് ബെൻഡ് പൈപ്പ്, പിന്നെ വണ്ടി ട്യൂൺ ചെയ്തിട്ട് RBR, പ്രത്യേകിച്ച് ഫോഗ് ലാമ്പ്, കാരിയേഴ്സ്. മിഗില കയറിയപ്പോ എന്ത് തോന്നി? ഇതില് കയറിയപ്പോ വണ്ടി ആദ്യം കയറുമ്പോ എന്ത് തോന്നി? ആദ്യം നല്ല റോഡായിരുന്നു. നല്ല റോഡ് പറഞ്ഞാൽ ഓക്കെ, ഇനിഷ്യൽ റോഡായിരുന്നു അല്ലേ? ആക്ച്വലി 650 ആണല്ലോ ഏറ്റവും കൂടുതൽ ടോപ്പിക് കയറിയത് അല്ലേ? പിന്നെ അങ്ങോട്ട് എന്താ ഉണ്ടായത്? പിന്നെ ക്ലച്ച് പ്ലേറ്റ് പോയി, വണ്ടി നീങ്ങണില്ല അല്ലേ? വണ്ടി വീങ്ങാണ്ടായി. ഓ, ആക്ച്വലി നമ്മള് അടുത്തൊരു എത്തിയിട്ട് കേറാൻ പറ്റാത്തപ്പോ എന്ത് തോന്നി? നമ്മളെ വാക്കിക്കേടാവും. വണ്ടി കേട് വന്നു പറഞ്ഞപ്പോ എന്തായി? കേടെന്ന് പറഞ്ഞാൽ ഇത് തള്ളാനൊരു പാട് 250 കിലോനുണ്ട്. എങ്ങനെ താഴത്തെ എത്തിക്കണമെന്നുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ. കുഴപ്പമില്ല, മാറ്റി. ശരി, വേണ്ടായിരുന്നു തോന്നി എന്തെങ്കിലും ആക്സറീസ് ഉണ്ടോ ഇങ്ങോട്ട് വരുമ്പോ? ഒന്നുമില്ല അല്ലേ? ഓക്കേ, അടുത്തത് ഇനി ഞാൻ മാത്രം ബി സ്ട്രോമില്ലേ? ഞങ്ങളുടെ ബി സ്ട്രോമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൂറിങ് ഓക്കെ ആണ്, പെർഫെക്റ്റ്, നല്ല കംഫർട്ടാണ്. മൗണ്ടൻസ് കയറാനും ഓക്കെ ആണ്. പക്ഷെ ഓഫ് റോഡ്സിന് ആവറേജിനെ പറയുള്ളൂ. മൗണ്ടൻ കയറുന്ന സമയത്ത് പവർ ലോസ് വരുന്നുണ്ട്, സെയിം ഡൊമിനാർ പോലെ തന്നെ. ഡൊമിനാറിന്റെ അത്ര പവർ ലോസ് വരുന്നില്ലെങ്കിലും കയറുന്നുണ്ട്, പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പവർ ലോസ് വരുന്നുണ്ട്. അത് എല്ലാ വണ്ടിക്കും പവർ ലോസ് വരുന്നുണ്ട്. ഇന്റർസെപ്റ്റർ മാത്രമാണ് അടിച്ചു കയറി പോയത്, പിന്നെ ക്ലച്ച് പ്ലേറ്റ് പോയത് കൊണ്ടാണ് കേട്ടോ. ബാക്കി എല്ലാ വണ്ടികളും ഇൻക്ലൂഡിങ് വി സ്ട്രോമും പവർ ലോസ് വന്ന് നിൽക്കുകയാണ് ചെയ്തത്. എക്സ്ട്രാ ആക്സറീസ് ഞാനും ക്രാഷ് ഗാർഡ് മോട്ടോർ ടോക്കിന്റെ തന്നെയാണ്. ബാക്കി സാഡിൽ എക്സ്ട്രാ കയറ്റിയിരിക്കുന്നതിൽ ആവശ്യമില്ലാത്ത തോന്നി പറഞ്ഞാൽ ആ കാർപ്ലേ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ? കാർപ്ലേന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാർപ്ലേ പല സമയങ്ങളിലും വേണ്ടി വരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കാർപ്ലേ ആവശ്യമാണ്. പക്ഷെ കാർപ്ലേ ഫോണിന്റെ ചാർജ് നന്നായിട്ട് വലിക്കും. അപ്പൊ നമുക്ക് പിന്നെ പവർ ബാങ്ക് തന്നെ കണക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ വണ്ടിയില്ല. എന്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർപ്ലേ ഉള്ളപ്പോ എന്തിനാണ് ഫോൺ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഫോൺ മൗണ്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല ചാർജ് വലിക്കും. പിന്നെ കാർപ്ലേന്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറിന്റെ റൂട്ട് മാത്രമേ കാണിക്കുള്ളൂ. ബൈക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് ഹൈവേസ് ഉണ്ട് നമ്മൾ ലോങ് ടൂർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ കാറിന്റെ റൂട്ടാണ് കാണിക്കുക. ഞങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്ന് പറ്റിയില്ലേ അങ്ങനെ ഒന്ന്, മറ്റേ നമ്മുടെ ആ ബൈക്ക് കയറാത്ത ഹൈവേയിലേക്ക് ഞങ്ങൾക്ക് റൂട്ട് കാണിച്ചു തന്ന് ബൈക്ക് കയറ്റി വിട്ടു. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് കാർപ്ലേക്ക്. പക്ഷെ ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് എൻ്റെ ഒരു ആക്സറീസിൽ വേണ്ടായിരുന്നു എന്നാ വേണം എന്നുള്ള ആ ഒരു ഇത്. പിന്നെ ബാക്കി കംഫർട്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു. ഓബിയസ്ലി നമ്മൾ മൗണ്ടൻ കയറുന്ന സമയത്ത് എല്ലാ ബൈക്കുകൾക്കും ഇനിഷ്യലി പവർ ലോസ് വരുന്നുണ്ട്. ഇന്റർസെപ്റ്റ് കുറച്ചെങ്കിലും പവർ കയറി, പിന്നെ ക്ലച്ച് ഫെയിലായി, അത്രേ ഉള്ളൂ.
ബാക്കി ഓവറോൾ കംഫർട്ട് ആണ്. പക്ഷെ എന്താ ചെയ്യാ, വണ്ടി 3 പേരുടെ വണ്ടി കംപ്ലൈന്റ് ആയി. അപ്പൊ ഇന്ന് അവര് വണ്ടി കയറ്റി വിടും. ഇന്ന് നാട്ടിൽ പോവാണ്. ഞാനപ്പോ സോളോ ആയിട്ട് തുർത്തൂക്കിലേക്കില്. അപ്പൊ നമുക്ക് ബാക്കി ഇനി സോളോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ജേർണി, ഓൾ ദി ബെസ്റ്റ്.